Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ട്രഡീഷണൽ ആയ തമിഴ്നാട് ഡിഷ് ചിക്കൻ ചിന്താമണിയുടെ റെസിപ്പിയാണ്. തമിഴ്നാട്ടിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ ചിന്താമണി. പ്രത്യേകിച്ച് കർഷകരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആണ് ഈ ഡിഷ്. ഈ ഡിഷിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഇതിന്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. ഈ ഡിഷ് ഞാൻ പല പ്രാവശ്യം നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കും ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെട്ട ഒരു നല്ല റെസിപ്പിയാണ്. അപ്പൊ ഈ ഡിഷ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് അടുത്തായിട്ട് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായുള്ള ചില്ലി നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ 30 ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ തീരെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത ചില്ലി നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ കുരു മാറ്റിയെടുക്കാം. നമുക്ക് കുരു ഷേക്ക് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് എടുത്ത് കളയാം. കട്ട് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള ചില്ലി എടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. സ്റ്റൗ എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മളുടെ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം ഇട്ട് അത് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 3 ഇതൾ കറിവേപ്പില, അടുത്തായി ചതച്ചെടുത്ത 10 പീസ് വെളുത്തുള്ളിയും മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്യാം. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഡ്രൈ ചില്ലി നമുക്ക് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ചില്ലി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമ്മൾ കട്ട് ചെയ്തെടുത്ത 250 ഗ്രാം കുഞ്ഞുള്ളി നമുക്ക് ഇതിലേക്ക് ഇടാം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ കുഞ്ഞുള്ളി ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഇടാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി പാനിൻ്റെ ലിഡ് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ലിഡ് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ ചിന്താമണി എന്ന് പറയുന്ന ഈ ഡിഷ് ട്രഡീഷണലി ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ കോഴി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് നാടൻ കോഴി കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിന്ന് ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ട്രഡീഷണൽ റെസിപ്പിയാണ് ഫോളോ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നാടൻ കോഴി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുമാതിരി തന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ തൈസിൻ്റെ ബോൺലെസ് മീറ്റ് വെച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് വിത്ത് ബോൺ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റെസിപ്പിക്ക് നമ്മൾ ഉറപ്പായിട്ട് കട്ട് ചെയ്യേണ്ടത് ചെറിയ പീസുകളായിട്ട് തന്നെയാണ്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ നമ്മളുടെ ചിക്കനിൽ നിന്നിറങ്ങിയ അത്യാവശ്യം ഗ്രേവി ഇതിനകത്തുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈയിലേക്ക് ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതായിട്ട് നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഒരു സെമി ഗ്രേവി ടൈപ്പിലാണിത് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് 5 തുടങ്ങി 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഗ്രേവി ഇതുമാതിരി നല്ലൊരു തിക്കാവുന്നവരെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, അതുമാതിരി നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മളുടെ ഗ്രേവി നല്ല തിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സെമി ഗ്രേവി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു റെസിപ്പി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മളുടെ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, സ്റ്റെപ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫുഡ് ഡിഫറൻസ് ഒക്കെ നമ്മളുടെ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ മറക്കാണ്ട് തന്നെ എഴുതി അറിയിക്കുക. അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് വരെ ലൈക്സ് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ വീഡിയോസ്, പുതിയ റെസിപ്പീസ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.